കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടക്കുകയാണ്. സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ആദ്യ യോഗം തിരുവനന്തപുരത്ത് തുടങ്ങി. മധുസൂദൻ മിസ്ത്രിയുടെ നേതൃത്വത്തിലാണ് യോഗം. KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും യോഗത്തിൽ പങ്കെടുക്കുന്നു. KC വേണുഗോപാലും യോഗത്തിലുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിന്റെ മാനദണ്ഡങ്ങൾ യോഗത്തിൽ ചർച്ചയാകും. സായ്കുമാർ വിവരങ്ങളുമായി. സായ്കുമാർ, ഇപ്പോൾ മിസ്ത്രിയുടെ നേതൃത്വത്തിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ തുടങ്ങിയിരിക്കുന്നു. ഒരു മണ്ഡലത്തിൽ 3 പേരുടെ പട്ടിക, അതാണ് ആലോചനയെന്ന് നേരത്തെ വാർത്തകളുണ്ടായിരുന്നു. എന്താണ് പുറത്തുവരുന്ന വിവരങ്ങൾ? സ്മൃതി, മധുസൂദൻ മിസ്ത്രി ഒരു തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ എന്ന രീതിയിൽ കോൺഗ്രസ് പാർട്ടിയിൽ അറിയപ്പെടുന്ന ആളാണ്. അപ്പോൾ കേരളത്തിൽ ഇത്തവണ ഒരു ജീവൻ മര പോരാട്ടം എന്ന് ഹൈക്കമാൻഡ് തന്നെ വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ടുകൂടിയാണ് മധുസൂദൻ മിസ്ത്രിയെ പോലെ അനുഭവ പരിചയമുള്ള ഒരു നേതാവിനെ കേരളത്തിലേക്ക് അയച്ചത്. അപ്പോൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇന്നിപ്പോൾ യോഗം നടക്കുന്നത്. ഒരു തിരഞ്ഞെടുപ്പ് മാനദണ്ഡം, മത്സരിക്കുന്നതിനുള്ള ഒരു മാനദണ്ഡം നിശ്ചയിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അജണ്ട എന്നറിയുന്നു. അതോടൊപ്പം MP-മാരടക്കം മത്സരിക്കേണ്ടതുണ്ടോ എന്നതിലടക്കം ഒരു തീരുമാനം ഒരുപക്ഷെ ഇന്നുണ്ടാകും. ഒരു പ്രാഥമികമായ ചർച്ചയാണ് ഇന്ന് നടക്കുന്നത്. അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് എത്തില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ മണ്ഡലത്തിലും ഒരു 3 പേരുകൾ ഇപ്പോൾ നേതൃത്വത്തിന്റെ പക്കലേക്ക് എത്തുകയും അത് ഫൈനലൈസ് ചെയ്യാൻ അടുത്ത ദിവസം വീണ്ടും യോഗം ചേരുകയും കീഴ്ഘടകങ്ങളിൽ നിന്ന് കൂടി ഇത്തവണ അഭിപ്രായം കേൾക്കണം എന്ന ഒരു വികാരമുണ്ട്. കാരണം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ സ്വീകരിച്ച തന്ത്രം അതായിരുന്നു. കോൺഗ്രസിൽ അത് മുൻപ് അധികം ഇല്ലാതിരുന്ന ഒരു കാര്യമാണ്. കീഴ്ഘടകങ്ങളിൽ നിന്ന് കേട്ട അവരുടെ കൂടി അഭിപ്രായം അറിഞ്ഞതിന് ശേഷം മാത്രം അന്തിമ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയാൽ മതി എന്ന തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ പാർട്ടി എത്തുന്നത്. അതോടൊപ്പം നേതാക്കൾക്ക് കർശനമായ നിർദ്ദേശം ലക്ഷ്യ ക്യാമ്പിൽ വെച്ച് തന്നെ നൽകിയിരുന്നു. ആരും സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയോ സ്ഥാനാർത്ഥിയായി മാറുകയോ ചെയ്യരുത്. അന്തിമമായ തീരുമാനം ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോഴുള്ള യോജിപ്പ് അതേപടി തന്നെ തുടരാനും ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനുമാണ്. അതോടൊപ്പം കൂടുതൽ ആളുകളെ ഇന്നിപ്പോൾ ഐഷ പോറ്റി അടക്കം കൊണ്ടുവന്നത് പോസിറ്റീവായി മാറിയിട്ടുണ്ട് എന്ന ഒരു വികാരം തന്നെയാണ് പാർട്ടിക്കുള്ളത്. സമാന മനസ്കരായിട്ടുള്ള ആളുകളെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുക, അവരെ നിർത്തിയാൽ ജയിക്കുന്ന മണ്ഡലങ്ങളിൽ അവർക്ക് സീറ്റ് കൊടുക്കുക എന്നതടക്കമുള്ള തീരുമാനങ്ങളിലേക്ക് പാർട്ടി എത്തും എന്നറിയുന്നു. പാർട്ടിയുടെ മനസ്സിൽ ചില ആളുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട സംസാരങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ തിരഞ്ഞെടുപ്പിൽ ഏതൊക്കെ മാനദണ്ഡങ്ങളിൽ ആണ് സ്ഥാനാർത്ഥികളായി പരിഗണിക്കുന്നവർക്ക് വേണ്ടത് എന്നതിലേക്കാണ് ഇന്നത്തെ ചർച്ച പ്രധാനമായും ഊന്നുന്നത്. ശരി, സായ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്.